ഹായ് കൂട്ടുകാരെ, എങ്കിൽ നമുക്ക് ഇന്നത്തെ കഥ കേൾക്കാം. ഇന്നത്തെ കഥയുടെ പേരാണ് അമ്മ മനസ്സ്. പുഴയോരത്തെ ആ ചെറിയ വീട്ടിൽ സന്ധ്യാസമയത്ത് എപ്പോഴും പ്രാർത്ഥനയുടെ ശബ്ദമായിരുന്നു. ഉമ്മറത്തെ തിരുവട്ടത്തിൽ ഈശോയുടെ രൂപത്തിന് മുന്നിൽ കൈകൾ കൂപ്പി നിൽക്കുമ്പോൾ മേരിയുടെ ഉള്ളിൽ ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, തൻ്റെ മകൾ സാറയെ പറ്റി. പഠനത്തിനായും ജോലിക്കായും നഗരത്തിലേക്ക് പോയ സാറ അവിടുത്തെ ചടുലമായ ജീവിതത്തിനിടയിൽ എപ്പോഴോ തൻ്റെ വേരുകൾ മറന്നുപോയി. പ്രാർത്ഥനകളും വീട്ടിലെ ചിട്ടകളും അവൾക്ക് വെറും പഴഞ്ചനായി. ഫോൺ വിളികൾ കുറഞ്ഞു, സംസാരത്തിൽ ദേഷ്യം കലർന്നു. ഒടുവിൽ മാസങ്ങളോളം അവൾ ആ വീട്ടിലേക്ക് വരാതെയായി. ലോകത്തിൻ്റെ ആഡംബരങ്ങളിലും കൂട്ടുകെട്ടുകളിലും പെട്ട് അവൾ തൻ്റെ വഴിതെറ്റി സഞ്ചരിക്കുകയായിരുന്നു. നഗരത്തിലെ തിരക്കുകൾക്കിടയിൽ സാറയ്ക്ക് എല്ലാം ഉണ്ടെന്ന് തോന്നിപ്പിച്ചെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു വലിയ ശൂന്യത അവളെ വേട്ടയാടിക്കൊണ്ടിരുന്നു. ഒരു രാത്രിയിൽ പനി ബാധിച്ച് ഒറ്റയ്ക്ക് തൻ്റെ ഫ്ലാറ്റിൽ കിടക്കുമ്പോൾ അവൾക്ക് വല്ലാതെ ദാഹിച്ചു. ഒരു തുള്ളി വെള്ളമെടുക്കാൻ പോലും എഴുന്നേൽക്കാൻ വയ്യാതെ കിടന്ന ആ നിമിഷം അവളുടെ ഓർമ്മയിലേക്ക് ഓടിയെത്തിയത് തൻ്റെ അമ്മയുടെ തണുത്ത കൈകളായിരുന്നു. പണ്ട് പനി വരുമ്പോൾ നെറ്റിയിൽ നനഞ്ഞ തുണിയിട്ട് തരുന്ന അമ്മയും അരികിലിരുന്ന് കൊന്തച്ചൊല്ലുന്ന അപ്പനും. താൻ തേടിപ്പോയ ആഡംബരങ്ങളൊന്നും ആ ഒറ്റപ്പെടലിൽ അവൾക്ക് തുണയായില്ല. പെട്ടെന്ന് അവളുടെ കണ്ണുകൾ മേശപ്പുറത്തെ പഴയൊരു ഡയറിയിലേക്ക് തങ്ങി നിന്നു. പണ്ട് വീട്ടിൽ നിന്ന് വരുമ്പോൾ അമ്മ നിർബന്ധിച്ചു കൊടുത്തുവിട്ടതായിരുന്നു അത്. അതിൽ ആദ്യത്തെ പേജിൽ അമ്മ സ്വന്തം കൈപ്പടയിൽ ഇങ്ങനെ എഴുതിയിരുന്നു: മോളെ, വഴിതെറ്റുന്നു എന്ന് തോന്നുമ്പോൾ നീ തിരിഞ്ഞു നോക്കുക. അവിടെ നിന്നെ കാത്ത് ഈശോയും നിന്റെ ഈ കുടുംബവും എന്നും ഉണ്ടാകും. ആ വാക്കുകൾ അവളുടെ ഹൃദയത്തിൽ തറച്ചു. അർദ്ധരാത്രിയിൽ ആ മുറിക്കുള്ളിൽ വെച്ച് അവൾ ആദ്യമായി പൊട്ടിക്കരഞ്ഞു. അത് വലിയൊരു തിരിച്ചറിവായിരുന്നു. അടുത്ത ദിവസം പ്രഭാതത്തിൽ ഗ്രാമത്തിലെ ആ പഴയ വീടിന്റെ വാതിൽക്കൽ ഒരു ടാക്സി വന്നു നിന്നു. ക്ഷീണതയാണെങ്കിലും മുഖത്തൊരു വലിയ സമാധാനം പേറിക്കൊണ്ട് സാറ കാറിൽ നിന്നിറങ്ങി. ഉമ്മറത്ത് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന അമ്മ ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. ചോദ്യങ്ങളോ കുറ്റപ്പെടുത്തലുകളോ അവിടെ ഉണ്ടായിരുന്നില്ല. മകളുടെ നെറ്റിയിൽ ഉമ്മ വയ്ക്കുമ്പോൾ അമ്മ പതുക്കെ മന്ത്രിച്ചു: നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. കാരണം നിനക്ക് വേണ്ടി ഞാൻ ചോദിച്ചത് എൻ്റെ ഈശോയോടാണ്. വീടിനുള്ളിലെ ആ ചെറിയ പ്രാർത്ഥനാ മുറിയിൽ അന്ന് വൈകുന്നേരം എല്ലാവരും ഒത്തുചേർന്നു. സാറ തൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ഈശോയുടെ മുൻപിൽ മുട്ടുകുത്തി. വഴിതെറ്റിപ്പോയ ആട് തിരിച്ചെത്തിയ സന്തോഷത്തിലായിരുന്നു ആ കുടുംബം. കൂട്ടുകാരെ, ഈ കഥയിലൂടെ നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ നമ്മെ വഴിതെറ്റിക്കുന്ന പല സാഹചര്യങ്ങളും കടന്നു വരും. പക്ഷേ അതിലൊന്നും പെടാതെ നമ്മുടെ കുടുംബത്തെയും ഈശോയെ മാത്രം ഓർക്കുക. എത്ര വഴിതെറ്റിപ്പോയാലും ഒരിക്കൽ സഹതപിക്കുന്ന ഒരു കാലമുണ്ടാകും. അന്ന് നമ്മുടെ കുടുംബവും ഈ പ്രാർത്ഥനകൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്ന ഒരു ഓർമ്മ നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. കൂട്ടുകാരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എങ്കിൽ നമുക്ക് വീണ്ടും ഒരു കഥയായി ഇനിയും കാണാം.